കല്യാണരാമനിൽ സലീം കുമാർ പറയുന്നത് പോലെ താൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അതാണ് മാത്യു കുഴൽനാടന്റെ ഇന്നത്തെ അവസ്ഥ. വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നതാണ് മാത്യുവിന്റെ ആവശ്യം. ആദ്യം തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ പോയി, തള്ളി. പിന്നെ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയും തള്ളി. ഇന്നതാ സുപ്രീം കോടതിയിൽ പോയി, പരമോന്നത കോടതിയും തള്ളി. പക്ഷേ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല കുഴൽനാടൻ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും. ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. നിയമപരമായി ഇനിയും ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ പരിശോധിച്ച് ഈ പോരാട്ടം ഞാൻ അവസാനിപ്പിക്കത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. എന്നാൽ കഴിയുന്ന സത്യസന്ധവും ആത്മാർത്ഥവുമായ പോരാട്ടം ഈ കാര്യത്തിൽ ഉണ്ടാകും. ഹൈക്കോടതി എന്തു പറഞ്ഞാണോ ഹർജി തള്ളിയത് അത് തന്നെയാണ് സുപ്രീം കോടതിയും പറഞ്ഞത്. ഒരു പടി കൂടി കടന്ന് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുള്ള വേദി കോടതികളല്ല എന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഇന്ന് കടുപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ടത് വോട്ടർമാർക്ക് മുന്നിലാണെന്നും ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിച്ചു. അതുമാത്രമല്ല കേട്ടോ, ഇനി ഇത്തരം ഹർജികളുമായി വന്നാൽ പിഴ ഈടാക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടി മാത്യു കുഴൽനാടന് ഇന്ന് ചീഫ് ജസ്റ്റിസ് നൽകിയിട്ടുണ്ട്. CMRന് വേണ്ടി ഇന്ന് കപിൽ സിബലാണ് കോടതിയിൽ ഹാജരായത്. പക്ഷേ കപിൽ സിബലിന് ആ കസേരയിൽ നിന്ന് പോലും എണീക്കേണ്ടി വന്നില്ല, സംസാരിക്കേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ ഹർജി തള്ളി. ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഇതെല്ലാം കഴിഞ്ഞു. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതി മാത്രമേ മാത്യു കുഴൽനാടന്റെ മുന്നിൽ ബാക്കിയുള്ളൂ.